നൊയമ്പുകാലം 1-ാം വാരം വ്യാഴം. തിരുവചനം: ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്കായി തുറക്കപ്പെടും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം തിരുവചനം. പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മുടെ മാതൃക യേശു തന്നെയാണ്. ദിവസവും രാത്രി വൈകിയും മലമുകളിൽ പോയി പിതാവിൻ്റെ മുമ്പിൽ ഹൃദയം തുറക്കുന്ന യേശു, പിതാവിൻ്റെ പദ്ധതികൾ പ്രാർത്ഥനയിലൂടെ തിരിച്ചറിയുന്ന യേശു. നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടുന്നില്ല എന്ന് നമുക്ക് പരാതിയുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിൽ കുറവുണ്ടെന്ന് യേശുവിനും അറിയാം. പ്രാർത്ഥനയിൽ വിശ്വാസത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. മാർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം തിരുവചനം: പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അങ്ങൻ്റെ വീട്ടിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എന്ന് അപേക്ഷിച്ച ശതാധിപൻ്റെ വിശ്വാസം യേശു അനുഗ്രഹമാക്കി മാറ്റി. വിശ്വാസത്തോടൊപ്പം പൂർണ്ണമായ ദൈവ ആശ്രയബോധമാണ്. നായ്ക്കൾ പോലും യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ കഴിക്കുന്നുണ്ടല്ലോ എന്ന് വാദിച്ച സീറോ ഫിനീഷ്യൻ സ്ത്രീയുടെ പ്രാർത്ഥനയിൽ നാം കാണുന്നത്. എല്ലാറ്റിനും ഉപരിയായി പ്രാർത്ഥിക്കുമ്പോൾ യേശു നമ്മുടെ ഹൃദയം കാണുന്നു. പലരും ശകാരിച്ചിട്ടും ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് വിളിച്ചു കരഞ്ഞ കുരുടൻ്റെ ആ ഹൃദയസ്പന്ദനങ്ങൾ യേശു കേട്ടു. യേശുവിൻ്റെ ഹൃദയം പ്രാർത്ഥിക്കുന്നവനായി തുറക്കപ്പെടുകയും ചെയ്തു. യേശു ആഗ്രഹിക്കുന്നത് പോലെ വിശ്വാസത്തോടും ഭഗ്നാശരാകാതെയും നിരന്തരം പ്രാർത്ഥിക്കുവാനുള്ള ദൈവ അനുഗ്രഹം നമുക്ക് ലഭിക്കുവാൻ ഈ വേളയിൽ നമുക്ക് പ്രാർത്ഥിക്കാം.